ജ്യോതിർഗോളങ്ങൾ. ജീവൻ എന്നാൽ എന്തെന്നും പ്രപഞ്ചഗോളങ്ങൾക്ക് ജീവനുണ്ടെന്നും തിരിച്ചറിയുന്ന സൂക്ഷ്മ ബോധത്തിൽ നിന്ന് ഗ്രഹങ്ങളുടെ നില മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും ഏതേത് കാലത്തേക്ക് എന്തൊക്കെ അനുഭവങ്ങളായി പ്രവർത്തിച്ചു നിൽക്കുവാൻ പ്രാപ്തമാകുന്നു എന്ന് ബോധ്യപ്പെടാനും അതിനൊത്ത് ഒരു ജീവിതത്തെക്കുറിച്ച് മുന്നേ തന്നെ അറിയാനും സാധ്യമാവുന്നു. ജ്യോതിർരൂപങ്ങളുടെ ഘടനയെക്കുറിച്ചും ചലനങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായി അറിയുന്നുവെങ്കിലും ജ്യോതിർരൂപങ്ങൾ ജീവതരമായ നിലനിൽപ്പുകളും പ്രവർത്തനങ്ങളും ആണെന്നും ഭൂമിയിലെ ജീവനുകളുടെ വർത്തമാന ഭാവികളെ നിയന്ത്രിക്കുന്നുവെന്നും ശാസ്ത്രത്തിന് വിചാരിക്കാൻ പോലും ആവുന്നില്ല. ലോകത്ത് കാലാകാലങ്ങളായി വ്യത്യസ്ത നാഗരികതകളിലായി സൗകര്യം പോലെ ആഘോഷമാക്കിയിരിക്കുന്ന ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ള ജ്യോതിഷം എന്നത് വാസ്തവത്തിൽ കേവലമായ ഭാവനാവിലാസവും വരേണ്യവർഗങ്ങളുടെ ബൗദ്ധിക വ്യായാമവും മാത്രമായിരുന്നു. ഭാരതീയമായ ജ്യോതിഷ ചിന്തയിൽ 12 രാശികളിലായി കറങ്ങുന്ന നവഗ്രഹങ്ങൾക്കെല്ലാം കൂടി ഒരു പ്രവർത്തന പൂർത്തീകരണത്തിന് എടുക്കുന്ന കാലദൈർഘ്യം 120 വർഷങ്ങളുടേതാണ്. ജ്യോതിഷഭാവനയിൽ പരിഗണിക്കപ്പെടുന്ന ആദിത്യൻ മുതൽ ശുക്രൻ വരെയുള്ള ജ്യോതിർരൂപങ്ങൾക്ക് ഓരോന്നിനും ജീവപ്രവർത്തനങ്ങൾക്കുമേൽ നിശ്ചിത കാലത്തെ സ്വാധീനം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തതയുള്ള വിവരണങ്ങൾ ഒന്നും തന്നെയില്ല. ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്നുള്ളതുപോലെ വ്യക്തമായ ധാരണകൾ ലഭിക്കുന്നതിന് മുമ്പ് സാധ്യമാക്കിയ ഐതിഹ്യങ്ങളും പൗരാണിക സങ്കല്പങ്ങളും ആധ്യാത്മിക ഭാവനകളും ശാസ്ത്ര സങ്കല്പങ്ങളും സമന്വയിക്കുന്ന ബൗദ്ധിക വ്യായാമം നൽകുന്ന ആസ്വാദനം എന്ന നിലയിലാണ് എല്ലാ സമൂഹങ്ങളിലും ജ്യോതിഷതരമായ ചിന്തകൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. മനുഷ്യന്റെ ജീവിതാനുഭവം എന്നത് ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണഗതിയെയും ജീവന്റെ പ്രവർത്തനഗതിയെയും മനോവ്യാപാരങ്ങളെയും പിതൃക്കളുടെ നിലയെയും കൂടി ആശ്രയിച്ചിരിക്കുന്നുവെന്നും ജീവപ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തെ അവകാശപ്പെടുത്തുന്നത് ജന്മാന്തര ഗുണദോഷങ്ങളെന്നും വേണ്ടതുപോലെ അറിയാൻ കഴിയാത്ത വിചാരഗതിയായ ഗ്രഹനില കണ്ട് ജീവിതത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഭാവിയും പ്രവചിക്കുന്നത് അർത്ഥരഹിതം ആയിത്തീരുന്നു. ജ്യോതിഷം എന്നത് മനുഷ്യ മനസ്സ് സാധ്യമാക്കിയ അറിവിൻ്റേതും ഭാവനകളുടേതുമായ ഒരു പ്രത്യേക ഘട്ടത്തിൻ്റെ മാത്രം വൈഭവം ആയതുകൊണ്ട് ആ ഘട്ടത്തിന് അപ്പുറം എത്തുന്ന അറിവിൻ്റേതും അനുഭവങ്ങളുടേതുമായ മണ്ഡലങ്ങളെ വിവരിക്കാൻ പ്രാപ്തിയില്ലാതെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അബദ്ധ പരമ്പര ആയിത്തീരുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ വഴിയിലൂടെ നിരീക്ഷിച്ചാൽ പ്രവർത്തനക്ഷമത കൊണ്ടും വലുപ്പം കൊണ്ടും സൗരയൂഥ ഗോളങ്ങളിൽ ശക്തമായത് എന്ന് കണ്ടെത്തിയിട്ടുള്ള വ്യാഴത്തിന് മനുഷ്യന്റെ ശാരീരിക പ്രവർത്തനങ്ങളെ ഭ്രമണം കൊണ്ട് സ്വാധീനിച്ച് നിയന്ത്രിക്കാനാവുന്ന ശേഷിയുള്ളതായി അനുഭവത്തിൽ തന്നെ കാണാവുന്നതാണ്. വ്യാഴത്തിന്റെ ഭ്രമണം മനുഷ്യജീവന് സൂക്ഷ്മതരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് ശാരീരികമായി സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാനാവുന്നു. ഒരു മനുഷ്യജീവന്റെ ജനനത്തോടെ വ്യാഴത്തിന്റെ ഭ്രമണം ആരംഭിക്കുന്നുവെന്ന് സങ്കല്പിച്ചാൽ സൂര്യന് ചുറ്റുമായി ഒരു ഭ്രമണവട്ടം പൂർത്തിയാക്കുന്നതോടെ ജീവനിൽ വ്യതിയാനങ്ങൾ സംഭവിച്ച് താൻ എന്ന സ്വയം പര്യാപ്തതയിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന കൗമാരത്തിലേക്ക് എത്തുന്നതായി മനസ്സിലാക്കാം. 2 പ്രാവശ്യത്തെ വ്യാഴഭ്രമണത്തിൻ്റെതായ കാലഘട്ടം കൊണ്ട് മനുഷ്യൻ പൂർണ്ണ വളർച്ച എത്തുകയും തുടർന്ന് സാവധാനം സംഭവിക്കുന്ന ശാരീരികമായ ബലക്ഷയത്തിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. അനിവാര്യമായ ശാരീരിക പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിനു ശേഷം ആർജിച്ചെടുക്കേണ്ടുന്ന ജീവിത പക്വതയ്ക്കായി ബാക്കി കാലം പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ തന്നെയാണ് മനുഷ്യാവസ്ഥയുടെ ജീവിതകാലം വ്യാഴവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ബുധനും ശുക്രനും ചൊവ്വയും ശനിയുമെല്ലാം സോളാർ സിസ്റ്റത്തിൻ്റെ പരിപക്വമായ പഥങ്ങളിലൂടെ ഭ്രമണതരമായി പ്രവർത്തിച്ചുകൊണ്ട്
ജീവപരിണാമ പ്രക്രിയയിൽ ഭാഗഭാക്കുകളായി അതാതിൻ്റേതായ യോഗ്യതയ്ക്കൊത്ത് നിന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നു. പ്രവൃത്തിയുടെ തെറ്റാത്ത ക്രമം നിമിത്തവും കൃത്യമായ ലക്ഷ്യബോധം കൊണ്ടും മനുഷ്യൻ്റെ അറിവില്ലായ്ക നിമിത്തമുള്ള താൽപ്പര്യങ്ങൾക്കൊത്ത സുഖം മാത്രം തരുന്ന രീതിയിലല്ല ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തനം എന്നുമിരിക്കുന്നു. ജീവിതം സുഖത്തിൽ അധിഷ്ഠിതമായ അനുഭവങ്ങൾ മാത്രമായിരിക്കുക എന്നത് മനുഷ്യനെയും ഇതര ജീവികളെയും സംബന്ധിച്ചിടത്തോളം എല്ലാം അനുഭവിച്ച് എല്ലാറ്റിനെയും സൂക്ഷ്മതരമായി ഉൾക്കൊള്ളുന്ന മഹാജ്ഞാനം എന്ന പ്രാപഞ്ചികമായ കാരണതര ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴിയിൽ നേട്ടം ആകുന്നില്ല. ഭൂമിയിൽ ജീവൻ ജനിക്കുന്നത് തന്നെ എല്ലാം അനുഭവിച്ച് എല്ലാം ഉൾക്കൊള്ളുന്ന മഹാജ്ഞാനം എന്ന പ്രാപഞ്ചികമായ കാരണതര ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ആയതുകൊണ്ട് ചില ഗോളങ്ങളുടെയെങ്കിലും സ്വാധീനം ജീവിതത്തെ ദുരിതപ്പെടുത്തുന്നതായി വരുന്നു. പ്രകൃതി ജീവന് നൽകുന്ന സംഭാവനയായി ലഭിക്കുന്ന വിഷമതകളുടേതായ സ്വാധീന ഘട്ടങ്ങൾ ക്രമം തെറ്റാതെ എന്ന് പറയാവുന്ന വിധത്തിൽ ജീവിച്ചു വരുന്നവരിൽ കൂടുതലായി സംഭവിച്ചു എന്നുമിരിക്കാം. ദുഃഖങ്ങളും പ്രതിസന്ധികളും മിക്കപ്പോഴും ജീവനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും പ്രവർത്തനങ്ങളെ നിലവിൽ നിന്ന് വ്യത്യസ്തമാക്കി മറ്റൊരു മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ച് പുതിയ അറിവും അനുഭവവും കൊടുത്ത് കൂടുതലായ ഊർജവിനിമയശേഷി ആക്കി തീർക്കുകയും ചെയ്യുന്നു. ജ്യോതിർഗോളങ്ങളുടെ സ്വഭാവവിശേഷം ജീവനിലേക്ക് പകർന്നു വരുന്ന വേദനയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ജീവൻ ഒരിക്കലും പൂർണ്ണ പരിണാമം സംഭവിക്കാത്തതായി ഇരിക്കുന്നുവെന്നേ കാണാനാവുകയുള്ളൂ. പ്രപഞ്ചകാരണശേഷിയുടെ ഒരു നിശ്ചിത യോഗ്യത എന്ന നിക്ഷിപ്താവസ്ഥയായ ജ്യോതിർഗോള ശക്തിവിശേഷത്തെ ഓരോ ജീവനും സൂക്ഷ്മതരമായി ഏതെങ്കിലും ജന്മത്തിൽ അനുഭവിക്കേണ്ടതും ആകുന്നു. നിരീക്ഷണങ്ങൾ കൊണ്ടും ശക്തമായ ചിന്താപദ്ധതികൾ കൊണ്ടും അറിയേണ്ടുന്ന ജീവന്റെ പ്രപഞ്ചകാരണപ്രാപ്തിയിലേക്കുള്ള പ്രയാണം എന്ന പ്രാപഞ്ചിക യാഥാർത്ഥ്യം ബോധ്യമാവുകയെന്നാൽ ഇക്കാലത്തിൻ്റെ സാംസ്കാരിക സങ്കല്പങ്ങൾ അപ്പാടെ മാറ്റിമറിക്കപ്പെടുക എന്നതായിരിക്കും ഫലം. മനുഷ്യാവസ്ഥയോട് അടുത്തു വരുന്ന ജീവപരിണതികളായ മനുഷ്യരോട് സഹവസിക്കാൻ അവസരം ലഭിക്കുന്ന മൃഗങ്ങൾ വന്യമായ അവസ്ഥയിൽ കഴിയുന്നവയെ അപേക്ഷിച്ച് മിക്കപ്പോഴും സ്വാതന്ത്ര്യം കുറഞ്ഞവയും അധ്വാനഭാരം ഏറുന്നവയും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവയുമാണ്. ബൗദ്ധികവും പ്രവർത്തനതരവുമായ ഔന്നത്യത്തിന് കീഴിൽ വരുന്നതിലൂടെ സംഭവിക്കുന്ന പീഡനങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവനെ സംബന്ധിച്ച് തെളിച്ചെടുക്കൽ തന്നെ ആയിത്തീരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജീവൻ പ്രവർത്തിക്കുന്നതിൻ്റെയും അനുഭവിക്കുന്നതിൻ്റെയും ഫലം ജീവനിൽ തന്നെ സമ്പാദ്യമായി നിലകൊള്ളും എന്നതിനാൽ വിചാരപരമായ ഔന്നത്യത്തിന് കീഴിൽ വരുന്ന അനുഭവങ്ങൾ അനുഭവിക്കുന്ന ജീവനെ അനുഭവിപ്പിക്കുന്ന ജീവനോളം ആക്കുന്ന പ്രക്രിയയായി മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യനിൽ നിന്ന് ശക്തമായ അനുഭവങ്ങൾ ലഭിക്കുന്ന മൃഗജീവനുകൾ മനുഷ്യാവസ്ഥയിൽ ജന്മമെടുക്കുന്നതിന് അവകാശം ആർജിക്കുന്നു എന്ന് വരുമ്പോൾ വേദന എന്ന ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും പ്രപഞ്ചകാരണശേഷിയുടെ ദാനം എന്ന നിലയിൽ തന്നെ ജീവനുകൾക്ക് ലഭ്യമാവുന്ന ഭാഗ്യമായി കാണാനാവുന്നു. ക്ലേശങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ എന്നത് വാസ്തവത്തിൽ പ്രാപഞ്ചികമായ കാരണലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന വഴിയിലെ തടസ്സങ്ങളെ മാറ്റുന്നതിലൂടെ ജീവന് അവകാശമായി ലഭിക്കുന്ന അവസ്ഥകളാണ്. പരമാണു മുതൽ തുടങ്ങുന്ന പരിണാമതരമായ ഓരോ ഘട്ടത്തിലും പ്രാപഞ്ചികമായ ഓരോ തരം അവസ്ഥകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നിർബന്ധിതമാകുന്ന ജീവൻ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ആവശ്യകതയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയത് കണ്ടുപിടിക്കുന്നതിനും പിടിച്ചു നിൽക്കുന്നതിനും ഒഴിവാക്കുന്നതിനും നേടുന്നതിനും നിർബന്ധിതമായി വരുന്നു. പ്രപഞ്ചകാരണ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഓരോ ഘട്ടത്തിലും പ്രകൃതിയുടെ അത്രയുമായ നിക്ഷിപ്താവസ്ഥയെ
പുതിയ പ്രവൃത്തികളിലൂടെയും അനുഭവങ്ങളിലൂടെയും ജീവൻ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. കഷ്ടപ്പാടും ദുഃഖങ്ങളുമായ അനുഭവങ്ങൾ വാസ്തവത്തിൽ പ്രകൃതിയുടെ പ്രവർത്തനശേഷിയിൽ നിന്നും യോഗ്യതയിൽ നിന്നും വ്യത്യസ്തമായ യാതൊന്നും ആവുന്നില്ല എന്നു വരുന്നു. ദുഃഖങ്ങൾ എന്നത് ജീവനിൽ നിക്ഷിപ്തമാവുന്ന അതിശക്തമായ അറിവും പ്രവർത്തനശേഷിയുമായി ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തന നിമിത്തം സംഭവിക്കുന്നു. ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തത്വാധിഷ്ഠിതം ആയിരിക്കുമെങ്കിലും ഓരോ ജീവാവസ്ഥയും സംഭരിച്ച് വച്ചിരിക്കുന്ന ഗുണദോഷങ്ങൾക്ക് ആനുപാതികമായി പലപ്പോഴും വ്യത്യസ്ത അനുഭവമായാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത്. പ്രവർത്തനഫലവും അനുഭവ വൈവിധ്യങ്ങളും ജീവനിൽ നിക്ഷിപ്തമായി സംഭവിക്കുന്ന അവസ്ഥ എന്ന പ്രാപഞ്ചികമായ സൂക്ഷ്മോർജം ഓരോ ജീവനിലും വ്യത്യസ്തം ആയിരിക്കുന്നതിനാൽ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ച മനുഷ്യർക്കിടയിൽ പോലും അനുഭവങ്ങളിൽ സാമ്യം ഇല്ലാതായി വരികയും ചെയ്യുന്നു.